എമ്പുരാൻ റിലീസിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ലൂസിഫർ, മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്ന് നോട്ടീസിൽ പറയുന്നു. മോഹൻലാലുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലും വ്യക്തത വരുത്തണമെന്നാണ് നിർദ്ദേശം. SS ശരണും അലി അക്ബർ ഷായും വിവരങ്ങളുമായി. ആദ്യം ശരണിലേക്ക്. ശരൺ, ഇപ്പോൾ എമ്പുരാനിലെ മുഴുവൻ പ്രധാനികൾക്കും കേന്ദ്ര ഏജൻസികളുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. ആദ്യം ഗോകുലം ഗോപാലനായിരുന്നു, പിന്നീട് പൃഥ്വിരാജനായിരുന്നു. ഇപ്പോൾ ഇതാ ആന്റണി പെരുമ്പാവൂരിനും നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് നോട്ടീസിൽ പറയുന്നത്? സ്മൃതി, കഴിഞ്ഞ മാസം 27-നാണ് ഈ എമ്പുരാൻ റിലീസായിരുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് പൃഥ്വിരാജിനെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നത്. ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ ഓവർസീസ് റൈറ്റിന്റെ പേരിൽ പല നിർമ്മാതാക്കളും സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടത്താറുണ്ട്. അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഇപ്പോൾ ഒരു 15 കോടി രൂപ കൈപ്പറ്റി കഴിഞ്ഞാൽ അതിലൊരു 5 കോടി മാത്രമേ കണക്കിൽ കാണിക്കുകയുള്ളൂ. ബാക്കി എല്ലാം തന്നെ മറ്റ് നിലയിൽ കൈമാറുകയാണ്, അതായത് നികുതി വെട്ടിപ്പ് നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓവർസീസ് റൈറ്റിന്റെ മറവിൽ ഈ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നുള്ളതാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് പരിശോധിച്ചിരിക്കുന്നത്. ഒന്ന്, 2022-ൽ ദുബൈയിൽ വെച്ച് മോഹൻലാലിന് 2.5 കോടി രൂപ ആന്റണി പെരുമ്പാവൂർ കൈമാറിയിരുന്നു. അപ്പോൾ അത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ പണം കൈമാറുന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ഇറാൻ പൗരനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും ആന്റണി പെരുമ്പാവൂർ നടത്തിയിരുന്നു. അതിലും വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് നൽകിയെന്നുള്ളതാണ് IT പറയുന്നത്. നേരത്തെ 2022 ഡിസംബറിൽ സംസ്ഥാനത്ത് ആകെ തന്നെ വലിയ രീതിയിലുള്ള റെയ്ഡ് ITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. പല നിർമ്മാതാക്കളുടെ ഓഫീസുകളിലും റെയ്ഡുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ആശീർവാദ് സിനിമാസിന്റെ ഓഫീസിലും പരിശോധനകൾ നടത്തിയിരുന്നത്. അങ്ങനെ പരിശോധനകൾ നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് സംബന്ധിച്ചുള്ള സംശയം ബലപ്പെടുകയും എന്തായാലും തിരുവനന്തപുരത്തെ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റാണ് അന്ന് വിശദമായ പരിശോധന നടത്തിയിരുന്നത്. അവർ ഈ രേഖകളെല്ലാം ശേഖരിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ വിശദീകരണവും ശേഖരിച്ചുകൊണ്ട് അത് കൊച്ചിയിലെ അസസ്മെന്റ് യൂണിറ്റ് കൈമാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് അസസ്മെന്റ് യൂണിറ്റ് വിശദമായ പരിശോധനകൾ പൂർത്തിയായിക്കൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം 29-ന് രാത്രിയിലാണ് പൃഥ്വിരാജിന് നോട്ടീസ് പോകുന്നത്. ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിനോടും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത തേടിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 29-നകം ഇതിൽ വിശദീകരണം നൽകണമെന്നുള്ളതാണ് IT പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം പൃഥ്വിരാജിന് നൽകിയിരുന്നത് പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസായിരുന്നെങ്കിൽ അത്തരത്തിലൊരു നോട്ടീസല്ല, മറിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിൻ്റെ നോട്ടീസാണ് ആന്റണി പെരുമ്പാവൂരിന് നൽകിയെന്നുള്ളതാണ് IT പറയുന്നത്. പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ 40 കോടി കോ പ്രൊഡ്യൂസർ നിലയിൽ 40 കോടി നേരത്തെ വാങ്ങിയിരുന്നു. അപ്പോൾ ആ 40 കോടിയിൽ 22 കോടിയുടെ കാര്യത്തിൽ ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുള്ള കണ്ടെത്തലാണ് IT നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൃഥ്വിരാജ് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ഇതൊരു സാമ്പത്തിക ഇടപാടുകൾ പലരുമായി നടന്ന, ഇറാൻ പൗരനുമായിട്ടും മോഹൻലാലുമായിട്ടൊക്കെ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് നോട്ടീസ് നൽകിയെന്നുള്ളതാണ് IT പറയുന്നത്. ശരി, അലി അക്ബർ ഷായുമുണ്ട്. അലി അക്ബർ ഷാ, എമ്പുരാൻ സിനിമ ഇറങ്ങി 2 ദിവസത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നാണ്. ആദ്യത്തെ നോട്ടീസ് 2ാമത്തെ ദിവസമാണ് പൃഥ്വിരാജിന് അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഓർഗനൈസറിൽ വന്ന ലേഖനങ്ങൾ, BJP എടുത്ത നിലപാട്, ഇതൊക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ ആ വേട്ടയാടൽ തുടരുന്നു. അടുത്ത നമ്പർ ആരുടേത് എന്നേ അറിയാനുള്ളൂ അല്ലേ? തീർച്ചയായും എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഒരു വേട്ടയാടൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉതകുന്ന, അല്ലെങ്കിൽ വേട്ടയാടൽ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയാത്ത നിലയിലുള്ള സംഭവങ്ങളാണ് ഈ സിനിമയുടെ റിലീസിന് തൊട്ട് പിന്നാലെ നടന്നുകൊണ്ടിരുന്നത്. മാർച്ച് 27-നാണ് എമ്പുരാൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തൊട്ട് അടുത്ത ദിവസം മാർച്ച് 29-നാണ് ഇതിന്റെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിന് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കേട്ടുകൊണ്ട് പിഴ ചുമത്തിക്കൊണ്ടുള്ള ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നത്. അതിനോട് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ, ഇതിന്റെ പ്രധാന പ്രൊഡ്യൂസർമാരുടെ ഒരാളായിട്ടുള്ള ആന്റണി പെരുമ്പാവൂരിന് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടും ഇതിന്റെ രേഖകൾ ആരാഞ്ഞുകൊണ്ടുമുള്ള ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരുന്നത്. അധികം വൈകിയില്ല, തൊട്ടടുത്ത ദിവസം ഗോകുലം ഗോപാലിന് നേരെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് വരുന്നു. ഈ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ റിലീസിന് തൊട്ട് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകൾ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. എമ്പുരാൻ സിനിമയ്ക്ക് നേരെ കൃത്യമായ ഒരു നീക്കം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ. മറ്റൊരു പ്രധാന കാര്യം, സിനിമ റിലീസായതിന് തൊട്ട് പിന്നാലെ BJPയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയ പ്രസ്താവന
പ്രസ്താവനകൾ, സംഘപരിവാർ ഹാൻഡിലുകളിൽ ഈ സിനിമയ്ക്കെതിരെ, പൃഥ്വിരാജിനെതിരെ ഒക്കെ നടന്ന വലിയ രീതിയിലുള്ള പ്രൊപ്പഗാൻഡകൾ, പോസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എമ്പുരാൻ സിനിമയുടെ കണ്ടന്റിനോടുള്ള വിയോജിപ്പ് ആ സിനിമയ്ക്ക് നേരെയുള്ള ഒരു അതിക്രമമായി മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുമില്ല. സ്വാഭാവികമായും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം സ്മൃതി പറഞ്ഞതുപോലെ ഓർഗനൈസറിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന ലേഖനങ്ങൾ, ഒന്നോ രണ്ടോ ലേഖനങ്ങളിൽ നിർത്താതെ പുതിയ പുതിയ ആംഗിളുകളും ക്രൈസ്തവ വിഭാഗത്തെ കൂടി തങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്ന വിധത്തിലുള്ള ആംഗിളുകളും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സിനിമയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത്. വി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൃഥ്വിരാജിന്റെ കുടുംബത്തിനെതിരെയൊക്കെ നടത്തിയ പരാമർശങ്ങൾ നമ്മൾ കണ്ടതാണ്. വളരെ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ, പൃഥ്വിരാജിന്റെ കുടുംബത്തിന് നേരെ നേരിട്ടുള്ള അറ്റാക്കുകൾ, പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സൈബർ ആക്രമണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ റിലീസിന് ശേഷം ഇന്നോളം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ചേർത്ത് വായിച്ചാൽ സ്വാഭാവികമായും തങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ തങ്ങൾക്ക് എതിരായി നിൽക്കുമെന്ന് തോന്നിയ ഒരാശയത്തോട്, അതുമായി ബന്ധപ്പെട്ട് വന്നൊരു സിനിമയോടുള്ള രാഷ്ട്രീയപരമായ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള സൈബർ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം, ഒരു കടന്നാക്രമണം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുമില്ല. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആന്റണി പെരുമ്പാവൂർ പ്രതികരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഗോകുലം ഗോപാലൻ, പൃഥ്വിരാജ്, ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ, 3 പേർക്കും ആദായ നികുതി നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. എമ്പുരാന്റെ പിന്നിൽ പ്രവർത്തിച്ച 3 പേർ.